വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ ഗാജിത്. കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത്. വെക്കേഷനൊക്കെ ആയിട്ട് കുറേ നാളായി. ആദ്യത്തെ മാസം പോയതറിഞ്ഞില്ല. ഇപ്പോൾ ഇതേ മെയ് ആയി. അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ എൻ്റെ ഒരു ഡേ ആണ് ഇന്നത്തെ വീഡിയോ. എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് എനിക്കിത് 3 ഹാമ്പർ ബോക്സ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഈ 4 എൻഡ് ഇങ്ങനെ ഒട്ടാൻ കുറച്ച് പാടാണ് ഇതിൻ്റെ, നമ്മളിങ്ങനെ ബോക്സ് പോലെ ആക്കുമ്പോൾ. അപ്പം ഞാനൊരു എളുപ്പപ്പണിക്ക് വേണ്ടി ഓൾറെഡി അവിടെ ഒരു പശയുണ്ട്, അത് ഇളക്കി നമ്മളിങ്ങനെ ബോക്സ് ആക്കി വെക്കുമ്പം അത് ഒട്ടേണ്ടതാണ്. പക്ഷെ നമുക്ക് സാധാരണ അങ്ങനെ ഒട്ടാറില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്താണ് അങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടി നേരത്തെ ബോക്സ് ആക്കി വെക്കുവാണ്. അപ്പോൾ അത്രയും സമയം അങ്ങനെ ഇരുന്നത് ഒട്ടുമല്ലോ എന്ന് വിചാരിച്ചു. വീട്ടിലേക്ക് ചെറുതായിട്ടൊരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുവാണ്. ഒരു തടിയുടെ ഡിസൈനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കണ്ട് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. ആദ്യം ഒരു പെയിൻറ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ മണ്ടയ്ക്കൂടെ വേറൊരു സാധനം വെച്ചാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. എന്തായാലും അത് ശരിയായി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെയും ഹാമ്പറിൻ്റെ പരിപാടി ചെയ്തിരുന്നു. ഒരു ഫ്രെയിമും കൂടെ അതിനെ കൊടുത്ത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. ആണ് വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ബോറൊന്നും അടിക്കത്തില്ല. ഇതൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ വർക്കില്ലാത്ത ദിവസമാണെങ്കിൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഹാമ്പറിലേക്ക് ഡ്രസ്സൊക്കെ കാണുമല്ലോ, അതൊക്കെ ചിലപ്പോൾ നമ്മൾ വാങ്ങേണ്ടി വരും, ചിലതൊക്കെ അവർ തന്നെ കൊണ്ടുതരും. ഇപ്പൊ ഇതെന്തായാലും ഞാൻ തന്നെ പോയി എല്ലാം വാങ്ങിയതാണ്. ഫ്രെയിമിന്റെ പരിപാടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ കിടക്കുന്ന ഇതിന്റെ എല്ലാം കട്ട്സ് എല്ലാം നമ്മൾ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ അമ്മ വരുമ്പോഴത്തേക്ക് അമ്മ നമ്മളെ അങ്ങ് നീക്കം ചെയ്യും. വീട്ടിൽ ചെറിയൊരു പണി നടന്നെന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഡ്രസ്സെല്ലാം അവിടുന്ന് മാറ്റിയായിരുന്നു. അപ്പൊ ഇനി ഈ ഡ്രസ്സെല്ലാം തിരിച്ച് നമ്മൾ ഈ കബോർഡിലേക്ക് കഴിഞ്ഞ മന്ത് ഡൽഹി പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് മേടിച്ച ഒരു ഡ്രസ്സായിരുന്നു. സരോജിനി നഗറിൽ നിന്നാണ് മേടിച്ചത്. അതിനെനിക്ക് വെറും 50 രൂപയാണ് ആയത്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്യണം, ഭയങ്കര വലുതാണ് എനിക്ക്. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റ് കട്ട് ചെയ്ത് എനിക്കത് ഷേപ്പ് ചെയ്ത് തരാമെന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡ്രസ്സ് കണ്ടാൽ പിന്നെ അത് ശരിയാക്കണമെന്ന് പറഞ്ഞു പോകുമല്ലോ. അങ്ങനെ അതൊക്കെ ശരിയാക്കാൻ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മടക്കാൻ വേണ്ടി കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ സ്ലോ ആണ്. ഇത് ചെയ്ത് തീർന്നപ്പോഴത്തേക്കും ഞാൻ 10:45 ഇരുന്നായിരുന്നു. 1 മണിയായി ഞാൻ ചെയ്ത് തീർന്നപ്പോഴത്തേക്കും. എന്നിട്ട് ഞാൻ ലേണേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഐ ടെസ്റ്റിന് വിളിക്കും. എനിക്ക് ഓൾറെഡി കണ്ണാടി ഉള്ളതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ചോണ്ടാണ് പോയത്. അവരും കുറച്ചും കൂടെ ഇത് നോക്കി എഴുതാലോ എന്നൊക്കെ വിചാരിച്ചൊക്കെ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ലേണേഴ്സിന് ഡേറ്റ് കിട്ടും. എന്തായാലും കാര്യങ്ങളും വരെ വന്നതല്ലേ, അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി സാലഡ് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു. ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടി ഈവനിങ് സ്നാക്സ് ഒക്കെ മേടിച്ചു. ഇപ്പോൾ അവരുള്ളത് കൊണ്ട് എന്നും ചായക്കും ഞങ്ങൾക്കും നല്ല രസം. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ കണ്ടില്ലായിരുന്നു വുഡൻ പെയിന്റിങ് ചെയ്യുന്നത്. അത് ഇത്രയുമായി ഒരു ദിവസം കൊണ്ട് ഒരു പെയിന്റിങ്ങിന്റെ ഭാഗമായിട്ട് എൻ്റെ റൂമിൽ ഞാൻ കർട്ടനും പില്ലോ കവറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്തൊക്കെ നോക്കുമായിരുന്നു. ബോള് പോലിരിക്കുന്ന പില്ലോസ് ഇല്ല, അങ്ങനത്തെ 2 ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി 2-3 പില്ലോ കവേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ടൈ ചെയ്യാനുള്ള ത്രെഡ് അത് സെപ്പറേറ്റ് ആണ് തന്നേക്കുന്നത്, നമ്മൾ തന്നെ അത് ചെയ്യാം. ഫസ്റ്റിലെ ഈ ഒരു പാറ്റേണിലെയും സെക്കൻഡിലെ തന്നെ ഈ ഒരു പാറ്റേണിലെയാണ് ഞാൻ. കർട്ടൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൈറ്റ് കറക്റ്റ് വരുമോ എന്നൊരു ഡൗട്ടേ ഉള്ളായിരുന്നു. അതെന്തായാലും ഇങ്ങനെ ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന കറക്റ്റ് ഒരു ഡാർക്ക് കളറായിരുന്നു. അപ്പോൾ എനിക്ക് ഡാർക്ക് വേണ്ട, ലൈറ്റ് വേണമെന്ന് വിചാരിച്ച് വാങ്ങി. ഉച്ചയ്ക്ക് നമ്മളെ വീട്ടിലില്ലായിരുന്നല്ലോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. നമ്മുടെ അടുത്ത് ഒരു ഫാൻസി ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഹാമ്പറിൽ വെക്കാൻ വേണ്ടി കമ്മലും മാലയും കൂടെ എക്സ്ട്രാ വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ വന്ന് വാങ്ങിയതാണ്. ഇപ്പം എന്നെ കൊണ്ട് എന്തായാലും അവർക്ക് നല്ല കച്ചവടമാണ്. ഇന്ന് ചെയ്യാനുള്ള 3 ഹാമ്പറിൽ 2 ഹാമ്പർ ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അപ്പം അത് മേക്കിംഗ് വീഡിയോയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ ചെയ്യാൻ തുടങ്ങാൻ. നമ്മൾ എവിടെയെങ്കിലും കംഫർട്ടബിൾ സ്പേസിൽ ഇരുന്ന് ഇഷ്ടമുള്ള സെറ്റ് ചെയ്ത് വെക്കുകയാണല്ലോ ചെയ്യാറ്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റുന്നത് ഞാൻ അവിടെ നിന്ന് അങ്ങ് ചെയ്യും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടതും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ നടു ഒരു പരുവവും. ഇതിപ്പോൾ ഇരുന്നോണ്ട് ചെയ്യുവാണെങ്കിലും ആ ഒറ്റ ഇരിപ്പങ്ങ് ഇരിക്കും, ഇപ്പം നിൽക്കുവാണെങ്കിൽ ആ ഒറ്റ നിപ്പങ്ങ് നിൽക്കും. അതേയുള്ളൊരു പ്രശ്നം. അതും ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ലേറ്റ് ആവും. ഈ 3 ഹാമ്പറിലും ഡ്രസ്സ് വെക്കാനുണ്ട്. ഡ്രസ്സ് നമ്മൾ മടക്കുമ്പം നമ്മുടെ ഇഷ്ടത്തിനൊന്നും മടക്കും, പിന്നെ ഹാമ്പർ അത് കൊള്ളത്തില്ലായിരിക്കും. അപ്പം അത് കൊള്ളുന്ന അനുസരിച്ച് നോക്കും മടക്കും, നോക്കും മടക്കും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആദ്യത്തെ ഹാമ്പറിൽ ഒരു ചുരിദാർ സെറ്റ്, പെർഫ്യൂം, കുറച്ച് നട്ട്സും പിന്നെ ചോക്ലേറ്റ്സും ആയിരുന്നു. ഹാമ്പറിൽ 2 ചോക്ലേറ്റ്, ഷർട്ട്, വാലറ്റ്, പിന്നെ നട്ട്സും ആയിരുന്നു. തേർഡിൽ ടീഷർട്ട്, പെർഫ്യൂം, ചോക്ലേറ്റ്സും ഒക്കെ ആയിരുന്നു. ഈ 2 ഹാമ്പറിന്റെ ആയിരുന്നു മേക്കിംഗ് വീഡിയോ വേണ്ടത്. ഞാൻ നൈറ്റാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവ് തോന്നുന്നത്. എത്രയും നല്ല ലൈറ്റ് എടുക്കുന്നു അത്രയും നല്ല ക്ലാരിറ്റിയിൽ കിട്ടും, അത് ഏത് ഫോൺ ആണെങ്കിലും. പക്ഷേ ഞാൻ എല്ലാ വീഡിയോസും നൈറ്റിലാണ് എടുക്കുന്നത്. എനിക്ക് രാത്രിയാകുമ്പോഴാണ് ഒരു വെപ്രാളം വരുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഹാമ്പർ മേക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ചല്ലോ, അപ്പം ഞാനിത് ഡെലിവറി ചെയ്യുന്ന വീഡിയോ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ചെട്ടുളങ്ങരയിലോട്ടുള്ളതാണ്. അപ്പോൾ ബൊക്കെയൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഓടുവാണ്. കാരണം ആൾ 8:45 പോവും. ഞങ്ങൾ 8:45 അവിടെ എത്തിയപ്പോഴത്തേക്കും ഹാപ്പി ബർത്ത്ഡേ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. ആരാന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്തോളൂ. സാധ്യത കുഞ്ഞാച്ചി എന്ന് പറഞ്ഞ ഒരാളെ അറിയാം. കുഞ്ഞാച്ചി ജ്യോതിഷ്
പ്രതീക്ഷിച്ചോ? ഹാപ്പി ആയോ? രണ്ടാമത്തെ ഹാമ്പർ കൊടുക്കാൻ പോകുന്ന വഴി ഒരു മാഗസീൻ കൂടെ കൊടുക്കാനുണ്ട്. അപ്പം ഞാനത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുവാണ്. അത് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. അത് പള്ളിപ്പാടായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നത് പപ്പ ഉള്ളത് കൊണ്ടാണ്. ആരെ തന്നെന്ന് പറഞ്ഞാലും പറയാതെ വെച്ചിരുന്നയാണെന്ന് തോന്നുന്നല്ലോ. ഹാപ്പിയായോ? മിസ് ചെയ്യുന്നുണ്ടോ മോളെ? രണ്ടാമത്തെ ആൻറ്റിയുടെ തന്നെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. അവരുടെ ബർത്ത്ഡേക്ക് 6 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് മെയ് 20 ഒന്ന് മെയ് 26 ആണ്. അപ്പൊ മക്കളുടെ വകയാട്ടോ ഇത്. ഹാപ്പി ബർത്ത്ഡേ. ആരൊന്നേ ആയിരിക്കും, ആരും തരായില്ലേ? ആരാന്നറിയത്തില്ല. ചേച്ചി, ഞാൻ പോലും എന്റെ ബർത്ത്ഡേയുടെ കാര്യം ഓർത്തിട്ടില്ല. ഞാൻ നിർത്തല്ലേ. ഇഷ്ടപ്പെട്ടോ? അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇങ്ങനത്തെ നമ്മുടെ വർക്കൊക്കെ കാണണമെങ്കിൽ ഈ പേജ് നോക്കിയാലും മതിയേ. നമ്മൾ ഓരോ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും ഓരോരുത്തർക്ക് ഓരോ എക്സ്പ്രഷൻ ആയിരിക്കും. അവർ ചിലർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും, ചിലർ പ്രതീക്ഷിക്കാതെ ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കൊടുത്ത 3 ഗിഫ്റ്റും അവർ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അവരുടെ ആ എക്സ്പ്രഷൻ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ.